റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ LDF 11 മണിക്ക് അടിയന്തര ഇടതുമുന്നണി യോഗം വിളിച്ചിട്ടുണ്ട്. അതേസമയം തോൽവി പഠിക്കാൻ CPM കടക്കുന്നത് സംസ്ഥാന സമ്മേളന കാലത്തെ നടപടിക്രമങ്ങളിലേക്കാണ്. ആദ്യം ബ്രാഞ്ച് കമ്മിറ്റിയും പിന്നാലെ ലോക്കൽ കമ്മിറ്റികളും വിളിച്ചു ചേർക്കും. സമ്മേളന കാലത്തേതുപോലെ തന്നെയായിരിക്കും ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും വിളിക്കുന്നത്. ഏരിയ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കും. 2 ദിവസത്തിനിടയിൽ ചേരുന്ന ജില്ലാ നേതൃയോഗങ്ങളിൽ കീഴ്ഘടകങ്ങളിലെ യോഗ തീയതി തീരുമാനിക്കും. റഹീസ് റഷീദ് ഉണ്ട്. റഹീസ് റഷീദ്, ഒരു അടിയന്തര സാഹചര്യമാണെന്ന് എന്തായാലും പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. കണക്കുകൾ നോക്കിയാൽ 2021 7.5% വോട്ടിന്റെ കുറവ്. അത് ചെറുതല്ലാത്തൊരു കുറവാണ്. ഇപ്പോൾ അത് 37% എത്തി നിൽക്കുന്നു. 45% ഉണ്ടായിരുന്ന പാർട്ടിയുടെ വോട്ടുകൾ എവിടെ പോയി എന്നതാണ് ചോദ്യം. പാർട്ടിയുടെ ശക്തികേന്ദ്രങ്ങളും കോട്ടകളും ഇളകിപ്പോയത് പാർട്ടി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അതൊരു സാധാരണ തിരിച്ചുവരവല്ല. അതിന് വല്ലാത്ത രീതിയിൽ പണിയെടുക്കേണ്ടി വരും. ജനങ്ങളുമായിട്ടുള്ള ആ കണക്ട് പുനഃസ്ഥാപിക്കേണ്ടി വരും. പാർട്ടിയുടെ മുഴുവൻ രീതികളിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അതെങ്ങനെ വേണമെന്ന് ചിന്തിക്കാനാണ് ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ വലിയ ചർച്ചകൾ സജീവമാകാൻ പോകുന്നത്. പാർട്ടി സമ്മേളന കാലയളവിന് സമാനമായ ഒരു അടിയന്തര നീക്കമാണോ പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നത്? റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സംസ്ഥാന സമ്മേളന സമയത്തെ നടപടിക്രമങ്ങൾ അതേപടി ആവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ബ്രാഞ്ച് തലം മുതലുള്ള കമ്മിറ്റികൾ വിളിച്ച് അണികളോട് പാർട്ടി പറയുകയാണ്, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ധൈര്യമായി പറയൂ. അതാണ് ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞ നിർഭയമായി പറയാമെന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതാണ്, നിങ്ങൾക്ക് ധൈര്യമായി പറയാം, ഞങ്ങളത് കേൾക്കാൻ തയ്യാറാണ്. കേട്ടതിന് ശേഷം ആവശ്യമായ തിരുത്തലുകൾ പാർട്ടി വരുത്തുകയും ചെയ്യും. എന്ത് തിരുത്തലാണ് വരുത്തിയതെന്ന് തിരിച്ച് ബ്രാഞ്ച് തലം വരെയുള്ള പാർട്ടി അംഗങ്ങളെ അറിയിക്കുകയും ചെയ്യും. അതാണ് സെക്രട്ടേറിയറ്റ് ഇന്നലെ എടുത്ത തീരുമാനം. സ്വാഭാവികമായും അസാധാരണമായ സംഭവവികാസങ്ങൾ സംഭവിക്കുമ്പോൾ അസാധാരണമായ ചില രീതികളിലേക്ക് പാർട്ടി കടക്കുന്നു എന്ന രീതിയിൽ അതിനെ കാണുകയും ചെയ്യാം. അതിനിടെയാണ് ഇന്നലെ വൈകുന്നേരം അടിയന്തരമായി ഇന്ന് LDFന്റെ യോഗം ചേരാനുള്ള തീരുമാനം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുന്നതും LDFലെ കക്ഷി നേതാക്കളെ അറിയിക്കുകയും ചെയ്തത്. രാവിലെ 11 മണിക്ക് AKG സെന്ററിൽ വെച്ചാണ് യോഗം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. വിശദമായ തോൽവിയെക്കുറിച്ചുള്ള ഒരു ചർച്ച എന്നതിനപ്പുറം പ്രാഥമികമായ ചർച്ചകളും പിന്നീട് LDF എന്ന നിലയിൽ തിരിച്ചു വരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങളുമായിരിക്കും അതിൽ സംസാരിക്കുക, അതിൽ ചർച്ചയാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. LDFലെ കക്ഷികളിലേക്ക് പോകുമ്പോൾ ആകെ CPIM, CPI, RJD എന്നീ 3 കക്ഷികൾക്ക് മാത്രമാണ് നിയമസഭയിൽ പ്രാതിനിധ്യമുള്ളത്. അതിൽ RJDയുടെ കാര്യമാണെങ്കിൽ കഴിഞ്ഞ നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ടെങ്കിലും മന്ത്രി പദവിയിലേക്ക് ആ പാർട്ടിയെ പരിഗണിച്ചിരുന്നില്ല. എന്നിട്ടും ആ പാർട്ടിക്ക് ഒരംഗത്തെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ മന്ത്രിമാരായ ഒരംഗമുള്ളവർക്ക് മന്ത്രിസ്ഥാനം ബാക്കി എല്ലാവർക്കും കൊടുത്തിരുന്നു. അവർക്കാർക്കും വിജയിക്കാനും കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും CPIMനെതിരെ ചില വിമർശനങ്ങൾ പല കക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനിടയുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനം പോരാ എന്ന വിമർശനങ്ങൾ വരാനും സാധ്യതയുണ്ട്. പക്ഷേ വിശദമായ ഒരു ചർച്ചകളിലേക്ക് ഇന്ന് പോകാനുള്ള സാധ്യതകളും കുറവാണ്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു വലിയ തെറ്റിദ്ധരുത്തലാണ്. അതൊരു ചെറിയ തെറ്റിദ്ധരുത്തലൊന്നുമല്ല. വലിയ രീതിയിൽ തന്നെ പാർട്ടിക്ക് സടകുടഞ്ഞെഴുന്നേൽക്കണമെങ്കിൽ പ്രവർത്തിച്ചേ മതിയാകൂ. ബ്രാഞ്ച് തലം മുതൽ പൂർണ്ണമായും തിരുത്താൻ പാർട്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞു, നിർഭയമായി ബ്രാഞ്ചിലെയും ലോക്കലിലെയും ഏരിയയിലെയും ഒക്കെ അംഗങ്ങൾക്ക് മറുപടി പറയാനും അഭിപ്രായം പറയാനുമുള്ള സൗകര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അതിനകത്ത് നമ്മളെ ഒരു നിമിഷം ഒന്ന് ചിന്തിപ്പിച്ചു. ഇതുവരപ്പോൾ അവിടെ കാര്യങ്ങളൊന്നും നിർഭയമായിട്ടല്ലേ നടന്നുകൊണ്ടിരുന്നത് എന്ന മട്ടിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ അതിന് ശേഷം ഉണ്ടായി. സംഭവം ശരിയാണ്. കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം, എല്ലാം പോയല്ലോ. ഇനി തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഒന്നേന്ന് തുടങ്ങണം. അതൊന്നേന്ന് തുടങ്ങിയ ചരിത്രമുണ്ട്. 2001 സമാനമായ രീതിയിലുള്ളൊരു പരാജയം LDF നേരിട്ടിരുന്നു. പക്ഷേ 5 വർഷത്തിന് ശേഷം പാർട്ടി തിരികെ വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തെറ്റിദ്ധരുത്താൻ തയ്യാറാണെങ്കിൽ ബാക്കി എല്ലാം ഓക്കെയാണ്. മെഷീനറി അവിടെ തന്നെയുണ്ട്. മെഷീനറിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകളെ തിരിച്ചാ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം എന്ന് മാത്രം. അതിൽ ജനങ്ങളിൽ ആ പഴയ വിശ്വാസം ആർജിച്ചെടുക്കണം. പാർട്ടിയുടെ നയപരിപാടികളിലേക്ക് ഒരു പുതുക്കലുണ്ടാവണം. പാർട്ടി താഴെത്തട്ട് മുതൽ അതിനുള്ള പരിശ്രമം ആരംഭിക്കുന്നു. ഒരു സമ്മേളന കാലയളവിൽ എന്നപ്പോൾ ഇനി തിരക്കിട്ട നീക്കങ്ങളായിരിക്കും. വിമർശനങ്ങളുണ്ടാവും. ഒരു തരത്തിലും ദയയില്ലാത്ത വിമർശനമുണ്ടാവും. നമ്മൾ മാർക്സിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ റൂത്ത്ലെസ് ക്രിറ്റിസിസം എന്നാണ് മാർക്സ് ആ വാക്ക് ഉപയോഗിച്ചത്. ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവുമില്ലാത്ത വിമർശനമാണ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടികളെ
നിലനിർത്തുന്നത്. രൂക്ഷ വിമർശനമായിരിക്കണം. നേതാക്കന്മാരെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ദീപസ്തംഭ മഹാചര്യം നമുക്കും കിട്ടണം പണം എന്ന മട്ടിലുള്ള വാഴ്ത്തിപ്പാടലുകളാകരുത് എന്നുള്ളതാണ്. അതെന്തായാലും ഇക്കുറി നടക്കും പാർട്ടിയിൽ നിന്നാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. താഴെത്തട്ട് മുതൽ അഴിച്ചുപണി തുടങ്ങുന്നു.